നമസ്കാരം കൂട്ടുകാരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സീരീസിന്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. സീസൺ 1ന്റെ കഥയായിരുന്നു ഇന്ത്യൻ സിനിമാ കഥ എന്ന ചാനലിലൂടെ നമ്മൾ മുഴുവനായും പറഞ്ഞു വെച്ചത്. അതേ സീരീസിന്റെ അടുത്ത സീസൺ വെഡ്ഡിംഗ് എഗ്രിമെന്റ് സീസൺ 2. ആദ്യ സീസൺ കാണാത്തവർക്ക് ചിലപ്പോൾ ഈ സീസൺ തുടർച്ചയായി കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ആദ്യ സീസൺ പൂർണ്ണമായി കണ്ട ശേഷം കാണുവാൻ ശ്രമിക്കുമല്ലോ. വെഡ്ഡിംഗ് എഗ്രിമെന്റ് സീസൺ 2വിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് സീസൺ അവസാനിച്ചത് താരിയും ബിയാനും സന്തോഷത്തോടെ ജീവിക്കുന്നതും അവർക്കൊരു കുട്ടി പിറക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. താരിയുടെയും ബിയാന്റെയും മകൻ കുറച്ചു വളർന്നു. ഫാത്തിഹ് എന്നായിരുന്നു അവന്റെ പേര്. കുട്ടി വളർന്നതോടെ കുറച്ചുകൂടി സൗകര്യമുള്ള മറ്റൊരു വീട്ടിലേക്ക് അവർ താമസം മാറ്റുകയാണ്. ബിയാനും താരിയും ഫാത്തിഹും കൂടി പുതിയ വീട് വന്നു കണ്ടു. സ്വിമ്മിംഗ് പൂൾ ഒക്കെയുള്ള മനോഹരമായ വലിയൊരു വീട്. മൂവർക്കും അതിഷ്ടപ്പെട്ടു. ബിയാൻ താരിക്കും ഫാത്തിഹിനുമൊപ്പം സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടേ വന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് വിദേശത്ത് പഠിക്കുവാനും മറ്റുമായി പോയിരുന്ന സാറ തിരികെ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. സാറയ്ക്കൊപ്പം വിദേശത്തുണ്ടായിരുന്ന സൽമാനും തിരികെ എത്തിയിട്ടുണ്ട്. സൽമാന്റെ മുത്തശ്ശിയെ കാണാനായിരുന്നു സൽമാന്റെ വരവ്. സാറ വന്നതും തന്റെ മകളെ കണ്ട് സാറയുടെ വാപ്പ വളരെ സന്തോഷത്തോടെ അവളെ ചേർത്തു പിടിച്ചു. സാറയുടെ വാപ്പ തന്നെയായിരുന്നു സൽമാനെയും സാറയെയും എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതും. ഇതേ സമയം മറുവശത്ത് ബിയാനും താരിയും കുടുംബാംഗങ്ങളുമാകട്ടെ ഒരു വെക്കേഷൻ ട്രിപ്പിന് ഒരു പിക്നിക് സ്പോട്ടിൽ വന്നിരിക്കുകയായിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. പക്ഷേ താരിയുടെ മുഖത്ത് മാത്രം എന്തോ അസ്വസ്ഥതകൾ പ്രകടമായിരുന്നു. സംഭവം എന്തെന്നാൽ വെക്കേഷൻ ട്രിപ്പിന് വന്നിട്ടും ബിയാൻ ജോലിക്കാര്യത്തിൽ തിരക്കിലാണ്. എപ്പോഴും ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് ഫോൺ വിളിയാണ്. എന്തിനേറെ പറയുന്നു, ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് ദേഷ്യം വന്ന ബിയാൻ തന്റെ ഫോൺ താഴെയിട്ടുടയ്ക്കുന്നു പോലുമുണ്ട്. മറുവശത്ത് സാറയെയും സൽമാനെയും കൂട്ടി സാറയുടെ വാപ്പ കാർ ഡ്രൈവ് ചെയ്തു പോവുകയാണ്. സൽമാന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. പോകുന്ന വഴിക്ക് സാറയുടെ വാപ്പ പറഞ്ഞു, സാറ, നീ ഓർക്കുന്നുണ്ടോ, സൽമാന്റെ ഉമ്മയായിരുന്നു നിങ്ങൾ ഇരുവർക്കും മതപ്രബോധനങ്ങളൊക്കെ നടത്തിയിരുന്നത്. സാറ ആ ഒരു നിമിഷം ആ പഴയ കാര്യം ഓർമ്മിച്ചു. യാത്രക്കിടയിൽ വാപ്പ സാറയോട് വിദേശത്തുണ്ടായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. സാറ കുറച്ച് മടിയോടെയായിരുന്നു പലതിനും മറുപടി പറഞ്ഞത്. കൂട്ടത്തിൽ സാറയുടെ വാപ്പ സൽമാൻ അടുക്കൽ നീ കല്യാണം കഴിച്ചോ മോനെ എന്ന് ചോദിക്കുകയുമുണ്ടായി. ഇല്ലെന്ന് സൽമാൻ മറുപടി പറഞ്ഞു. മറുവശത്ത് പിക്നിക് സ്പോട്ടിൽ ബിയാനും താരിയും കുടുംബവും ഭക്ഷണം കഴിക്കാനിരുന്നു. ബിയാനാണെങ്കിൽ ആകെ വല്ലായ്മയിലാണ്. ഇരിപ്പുറയ്ക്കാതെ അവൻ എഴുന്നേറ്റ് വാപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു ബിസിനസ് കാര്യം അർജന്റായി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി. പിന്നീട് താരി ഒരു ഊഞ്ഞാലിരിക്കുകയായിരുന്നു. ആ സമയം അവളുടെ സുഹൃത്ത് അമി അവളുടെ അടുത്തേക്ക് വന്നു. താരി അങ്ങനെ ഇരിക്കുന്ന കണ്ടതും താരിക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അമി കാര്യം അന്വേഷിച്ചു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ? നിങ്ങളുടെ പഴയ എഗ്രിമെന്റ് ഒക്കെ നിങ്ങൾ കീറിക്കളഞ്ഞതല്ലേ? വീണ്ടും വഴക്കിടാൻ തുടങ്ങിയോ? അങ്ങനെ വഴക്കൊന്നുമല്ല. ബിയാൻ വാപ്പയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതോടെ ഒരുപാട് തിരക്കിലായി. ബിയാനിപ്പോ നല്ല വർക്ക് പ്രഷറുമുണ്ട്. ഞാനും കൂടി റെസ്റ്റോറന്റിന്റെയും കഫേയുടെയും കാര്യമൊക്കെ നോക്കി അങ്ങനെ പോയാ ഫാത്തിഹിന്റെ കാര്യം നോക്കാൻ ആരുമില്ലാതാവും. അതുകൊണ്ട് ബിയാൻ പറഞ്ഞു, നിന്റെ ബിസിനസ് ഒക്കെ നിർത്തി നീ ഫാത്തിഹിനെ നോക്കാൻ, വരുമാനത്തിന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളാമെന്ന്. ഞാനും അതിന് സമ്മതിച്ചു. അവരിരുവരും സംസാരിച്ചിരിക്കെ ഫാത്തിഹ അങ്ങോട്ടേക്ക് വന്നു. ഫാത്തിഹിനെയും കൂട്ടി താരി അവിടെ നിന്ന് പോരുകയും ചെയ്തു. മറുവശത്ത് സാറയെയും സൽമാനെയും കൂട്ടി സാറയുടെ വാപ്പ സൽമാന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിയതും സാറ സൽമാന്റെ മുത്തശ്ശിയെ അഭിവാദ്യം ചെയ്തു. അവരുടെ അനുഗ്രഹം വാങ്ങി. അന്ന് അവിടെ നിന്നായിരുന്നു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചത്. ഭക്ഷണശേഷം സാറ മുറിയിൽ കടന്നു. അവിടെ ഒരു കണ്ണാടിയിൽ കുറെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരുന്നു. സാറ അത് നോക്കി നിൽക്കാൻ ആരംഭിച്ചു. അതുവഴി വന്ന സൽമാൻ അത് കണ്ടു. അതെന്റെ പേഴ്സണൽ ഫോട്ടോസ് ആണ്, മറ്റാരും അത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സൽമാൻ അത് മറച്ചിടാൻ എന്ന വണ്ണം ഒരു കർട്ടൻ വലിച്ചിട്ടു. പിന്നാലെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. സമയം രാത്രിയായിരുന്നു. ബിയാന്റെ കയ്യിൽ ഒരു മാഗസിൻ ലഭിച്ചു. അതിലവന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നതും ആ ചിത്രവും ഒക്കെ കണ്ടതും അവന് വലിയ ദേഷ്യം വന്നു. ആ ചിത്രം വലിച്ചു കീറി അവൻ പുറത്തേക്കിറങ്ങി. ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു. ബിയാൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ബിയാൻ അങ്ങനെ അലറി വിളിക്കുന്നതും മറ്റും കണ്ടിട്ടാണ് താരിയുടെ വല്യച്ഛൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വല്യച്ഛൻ ബിയാനോട് ചോദിച്ചു. ബിസിനസ് ഏറ്റെടുത്തത് മുതൽ വലിയ പ്രഷറാണ്. ഞാൻ കാര്യം വലിയ ഉന്നതിയിലേക്ക് എത്തിയിരിക്കും. പക്ഷേ ഈ പ്രഷർ, ഈ ബിസിനസ് സ്ട്രഗിൾ താങ്ങാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും. പക്ഷെ ഇതൊന്നും കുടുംബത്തിലേക്ക് എത്തരുത്. അതിനു മുമ്പേ അതൊക്കെ പരിഹരിക്കണം. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും താരിയെയും ഫാത്തിഹിനെയും ഒന്നും ബാധിക്കരുത്. നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി നിങ്ങൾ പിരിയുന്ന അവസ്ഥ പോലും വന്നേക്കരുത്. അങ്ങനൊന്നും ഉണ്ടാവില്ല വല്യച്ഛ. താരിയെയും ഫാത്തിഹിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരെ വിട്ട് എനിക്കൊരു ദിവസം മാറി നിൽക്കുന്നത് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഈ പ്രശ്നമൊന്നും കുടുംബത്തിലേക്ക് എത്തുകയുമില്ല. ഇതേ സമയം മറുവശത്ത്
സാറ വീട്ടിലേക്ക് എത്തിയിരുന്നു. സാറയുടെ വാപ്പ സാറയുടെ മുറിയിലേക്ക് വന്ന് നീയും സൽമാനും അടുപ്പത്തിലല്ലേ, നിങ്ങളുടെ വിവാഹക്കാര്യം സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. ഉടൻ സാറ പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല വാപ്പ, ഞങ്ങള് അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ്. കാര്യം പറ, വിദേശത്ത് വെച്ച് എന്താ സംഭവിച്ചത്? അതൊക്കെ പറയാം വാപ്പ, കുറച്ച് സമയം കഴിയട്ടെ, സാറ വാപ്പയ്ക്കടുത്ത് അറിയിച്ചു. സാറ പറഞ്ഞത് കേട്ട് ശരി പറഞ്ഞ് സാറയുടെ വാപ്പ അവിടെ നിന്ന് മാറി. പിറ്റേന്ന് പുലർച്ചെ താരി ഉറക്കത്തിൽ നിന്നുണർന്നു. അപ്പോഴും അവർ പിക്നിക് സ്പോട്ടിലാണ്. ഉറക്കത്തിൽ നിന്നുണർന്നു വന്ന താരി ബിയാനെ കാണാതെ പുറത്തേക്ക് വന്നു. ബിയാൻ അപ്പോഴും പുറത്തിരിക്കുകയായിരുന്നു. ബിയാൻ അടുത്തെത്തിയ താരി ചോദിച്ചു, രാത്രി മുഴുവൻ എവിടാണോ ഇരുന്നത്? അതേയെന്ന് അവൻ മറുപടി പറഞ്ഞു. ബിയാൻ ടെൻഷനിലാണ് എന്ന് കണ്ടതും താരി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബിയാൻ പറഞ്ഞു, താരി നീ എന്നോട് ക്ഷമിക്കണം. ജോലിയുടെ ബുദ്ധിമുട്ടിനിടയിൽ പലപ്പോഴും ഞാൻ നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും നീ എന്നോട് സ്നേഹം മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഈ വർക്ക് പ്രഷർ എന്റെ തല പിടിച്ചു കുലുക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിലാകെ ആശ്വാസമായിട്ടുള്ളത് നിന്റെ ഈ സാമീപ്യം മാത്രമാണ്. ഇനിയങ്ങോട്ട് ഞാൻ നിന്നെ ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് താരി. ബിയാൻ, നീ എന്റെ പാതിയാണ്. നിന്നെ സന്തോഷമായി വെക്കേണ്ടത് എന്റെ കടമയാണ്. ദൈവാനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തോടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാലും താരി, ഞാൻ ഇനി ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്തില്ല. നീയില്ലാതെ എന്റെ ജീവിതം ഒരിക്കലും നല്ലതായിരിക്കില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ബിയാൻ അവളെ ചേർത്തു പിടിച്ചു. മറുവശത്ത് ഹിജ്റ എക്സ്പോ വേദിയിലേക്ക് സാറയും സൽമാനും എത്തിയിരുന്നു. സൽമാൻ ചെയർമാനായിട്ടുള്ള ഒരു ഹിജ്റ എക്സ്പോ ആണത്. സാറ അവിടെ റെപ്രസെന്റേറ്റീവായി സൽമാനൊപ്പം ജോയിൻ ചെയ്തിരുന്നു. അവിടെ എത്തിയിരുന്നവർക്ക് സാറ തന്നെ പരിചയപ്പെടുത്തി ഒരു ക്ലാസ് നൽകി. പിന്നാലെ സൽമാൻ മുമ്പിലേക്ക് വന്നു. അവിടെ എത്തിയിരുന്ന ഓരോ വ്യക്തികളോടും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കടന്നു വന്നതൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് ആയിഷ എന്ന മട്ടിൽ അവൾ പറഞ്ഞതും താരിയുടെ മുഖം പെട്ടെന്ന് മാറി. വിദേശത്തെ ഓർമ്മകൾ ഒരു നിമിഷം അവളുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. കാര്യം എന്തെന്നാൽ സൽമാന് വിദേശത്ത് ആയിഷ എന്ന് പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് താരിയും ബിയാനും നേരെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടുജോലിക്കാരി ഡർമി അവരെ വരവേറ്റു. വീട്ടിലെത്തിയതും ഫോൺ തകർന്നു പോയിരുന്നല്ലോ, അതുകൊണ്ട് സിം കാർഡ് എടുത്ത് മറ്റൊരു ഫോണിൽ ബിയാൻ കൊണ്ടുചെന്നിട്ടു. ഇട്ടപാടെ ബിസിനസ് പരമായ മെസ്സേജുകളും മറ്റും അതിൽ വന്നു നിറയാൻ ആരംഭിച്ചു. അതൊക്കെയൊന്ന് ഓടിച്ചു നോക്കി അതിനെപ്പറ്റി പറഞ്ഞ് ബിയാൻ ഉടനടി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് വൈകിട്ട് താരി ഒരു മതപ്രബോധന ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം പുലർച്ചെ താരിക്കൊന്ന് വെളിയിൽ പോവണമായിരുന്നു. കഫേയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഫാത്തിഹിന് കടുത്ത പനിയുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നത്. ഡർമിയോട് അവൾ കാര്യങ്ങൾ സംസാരിച്ചു. എന്ത് ചെയ്യണമെന്ന് താരിക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡർമി പറഞ്ഞു, ഒരു പണി ചെയ്യ്, നിങ്ങൾ മീറ്റിംഗിന് പോയിട്ട് വാ, ഫാത്തിഹിനെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ താൻ ഫോൺ വിളിക്കാം. ഡർമിയുടെ വാക്കുകൾ കേട്ടതും താരിയും മീറ്റിംഗിനായി ഇറങ്ങി. പോകുന്ന വഴിക്ക് അവൾ പറഞ്ഞു, ഞാൻ ബിയാനെ വിളിച്ചു പറഞ്ഞോളാം. ബിയാൻ വന്ന് ഫാത്തിഹിനെ ആശുപത്രിയിൽ കൊണ്ടുപോക്കോളും. മറുവശത്ത് ബിയാൻ അപ്പോഴേക്കും ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അന്ന് ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റിയുള്ള ബ്രീഫിംഗ് ബിയാൻ തന്റെ സ്റ്റാഫിനോട് ചോദിച്ചറിഞ്ഞു. അപ്പോഴായിരുന്നു താരിയുടെ ഫോൺ കോൾ എത്തുന്നത്. ബിയാൻ കോൾ എടുക്കാതായതോടെ താരി വിവരങ്ങൾ പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. ഫാത്തിഹിന് അത്ര സുഖമില്ല, ഞാൻ മീറ്റിംഗിന് വന്നിരിക്കുകയാണ്, അവനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അത് വായിച്ച ശേഷം ബിയാന്റെ ഓക്കെ മെസ്സേജും അതിന് മറുപടിയായി എത്തിയിരുന്നു. ബിയാന് പക്ഷേ അന്നൊരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ക്ലൈന്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഫാത്തിഹിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്നായിരുന്നു ബിയാൻ കരുതിയിരുന്നത്. അതിനായി ബിയാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തുമ്പോൾ അത് സാറ ഒരു സുഹൃത്തിന്റെ ഒപ്പം ഇറങ്ങി വരുന്നു. ബിയാനും സാറയും നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. സുഖമാണോ എന്ന മട്ടിലൊക്കെ പരസ്പരം ഇരുവരും ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. തന്റെ സുഹൃത്തിനെ സാറ ബിയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ ഇവിടെ എന്ന് സാറ ചോദിച്ചപ്പോ താനിവിടെ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞ ബിയാൻ വൈകാതെ അവരോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് നടന്നു. കുറച്ചു സമയം പിന്നിട്ടിരുന്നു. താരി മീറ്റിംഗിലായിരിക്കെ ഡാർമിയുടെ അടുത്ത് നിന്ന് താരിക്കൊരു കോൾ വന്നു. ഫാത്തിഹിന് കലശലായ പനിയാണെന്നും ഒട്ടും കുറവില്ലെന്നും എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഉടൻ വരണമെന്നും ഡാർമി പറയുന്നുണ്ടായിരുന്നു. ബിയാനോട് താൻ പറഞ്ഞിരുന്നല്ലോ, ബിയാൻ ഇതുവരെ വന്നില്ലേ എന്നായിരുന്നു താരിയുടെ മറുചോദ്യം. ഡാർമി ഇല്ലെന്ന് പറഞ്ഞതും വേഗം തന്നെ അവിടെ നിന്നിറങ്ങി താരി മടങ്ങി വരാൻ തുടങ്ങി. കാറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് താരി ബിയാനെ കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അബദ്ധത്തിൽ കോൾ കണക്ട് ആയത് വല്യമ്മക്കായിരുന്നു. ഫാത്തിഹിന് സുഖമില്ലെന്ന വിവരം അവരും അതോടെ അറിയുകയാണ്. പിന്നാലെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഫാത്തിഹിനെ ഉടൻ
ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ താൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ താരി പറഞ്ഞു. അങ്ങനെ താരി പോകുന്ന ആശുപത്രി മനസ്സിലാക്കി വല്യച്ഛനും വല്യമ്മയും കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറയാൻ താരിക്ക് പറ്റുമായിരുന്നില്ല. മറുവശത്ത് ബിയാനാകട്ടെ ക്ലയന്റ് മീറ്റിംഗിനിടയിൽ ഒരു വിവരം വന്നെത്തി. അവരുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായി, വലിയ നാശനഷ്ടം സംഭവിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത് കേട്ടതും ഉടനടി ധൃതിയിൽ ബിയാൻ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെയായി അവിടെ വളരെ വലിയ ബഹളം തന്നെ നടക്കുകയായിരുന്നു. മറുവശത്ത് അപ്പോഴേക്കും താരി വീട്ടിലെത്തി. ഡർമിക്കൊപ്പം ഫാത്തിഹിനെയും എടുത്ത് അവർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലൊക്കെ താരി ഫോൺ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബിയാനെ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ കിട്ടിയപ്പോ താനും ഡർമിയും മോനെയും കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ്. അവന് തീരെ സുഖമില്ല എന്ന ആശങ്കയോടെ അവൾ പറഞ്ഞിരുന്നു. ബിയാനൊക്കെ കേട്ടെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ ഫയർ ആക്സിഡന്റ് നടന്നത് കാരണം വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോവാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ തിരക്കുകളിൽപ്പെട്ട് ബിയാൻ കുഴങ്ങി നിന്നു. ഒടുവിൽ അവിടെയെല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തപ്പോഴായിരുന്നു ബിയാൻ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. ആശങ്കയോടെ അവൻ നേരെ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെത്തിയപ്പോൾ ചികിത്സയൊക്കെ കെട്ടി ഫാത്തിഹ അല്പം സുഖപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ബിയാൻ വന്നത് കണ്ടതും താരി ബിയാനോട് വലിയ തോതിൽ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. നിങ്ങളോട് അവനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ, മാത്രമല്ല എപ്പോ മുതൽ ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞതാ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? താരി ചോദിച്ചു. എടോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഫയറായി, അതുകൊണ്ടാ വരാൻ പറ്റാതിരുന്നേ, എന്നോട് ക്ഷമിക്ക്. പക്ഷേ അതൊന്നും താരിക്ക് പ്രശ്നമായിരുന്നില്ല. ബിയാൻ വരാത്തതിനെ ചൊല്ലി താരി ബിയാനോട് കയർക്കാൻ ആരംഭിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞതും ബിയാനും തിരിച്ചു പറഞ്ഞു, മോൻ അസുഖമുണ്ടായിട്ട് നീ എന്തിനാ മീറ്റിംഗിന് പോയേ? ആദ്യം മോന്റെ കാര്യം നോക്കുവല്ലേ വേണ്ടേ? നിന്റെ അശ്രദ്ധ കാരണമല്ലേ മോൻ അസുഖം ഇത്രയും കൂടിയത്? അത് കേട്ടതും താരിക്കും വലിയ ദേഷ്യം വന്നിരുന്നു. താരിയും പറയാൻ തുടങ്ങി, നിങ്ങളും വലിയ കാര്യമൊന്നും പറയണ്ട, എപ്പോഴും ഓഫീസ് കാര്യവും ജോലിക്കാര്യവും മാത്രമുള്ളൂ, എന്നെയോ മോനെയോ പറ്റിയൊരു ചിന്തയുമില്ല, ഞങ്ങളെ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഓ, ഈ പറയുന്ന ആളോ നീ നല്ലൊരു ഭാര്യയാണോ, നല്ലൊരു അമ്മയാണോ? ഓ, പറയുന്ന ആളോ വലിയ അച്ഛനായിരിക്കും. സ്വന്തം ഭാര്യനെയും മോനെയും ശ്രദ്ധിക്കാതെ ജോലിക്കാര്യം മാത്രം നോക്കി നടക്കുവല്ലേ? എല്ലാത്തിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം കാര്യം മാത്രം നോക്കി സുഖമായി ഒറ്റയ്ക്ക് നടക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം ഇപ്പോ? ആ അതെ, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം, സ്വസ്ഥമായിട്ടിരിക്കാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നേ. നമുക്കങ്ങ് പിരിഞ്ഞേക്കാം, ഞാൻ നിന്നെ തൊലാക്കു ചൊല്ലിയേക്കാം. ബിയാന പറയുന്നത് അങ്ങോട്ടേക്ക് ആ സമയം കേറി വരികയായിരുന്ന താരിയുടെ വല്യച്ഛനും വല്യമ്മയും കേട്ടിരുന്നു. അവർ ഒരു നിമിഷം ഷോക്കായി നിന്നു. ദേഷ്യത്തിന്റെ പുറത്ത് താൻ പറഞ്ഞത് അവർ കേട്ടു എന്ന് മനസ്സിലാക്കിയ ബിയാനും അത് കണ്ട താരിയും വല്ലാത്തൊരവസ്ഥയിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താവും സംഭവിക്കുക? അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമോ? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉടൻ കേട്ടുമുട്ടാം. അതുവരെ ബൈ.